ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. കാക്കനാട്ടെ സിദ്ദിഖിന്റെ വീടിന് മുന്നിലും വലിയ മാധ്യമങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ സിദ്ദിഖ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തോന്നുന്നു. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒരു റിംഗ് പോലും കിട്ടുന്ന സാഹചര്യമില്ല. ആ ഫോണിലേക്ക് ഒരു കോളും കണക്ട് ആകുന്നതുമില്ല. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അറസ്റ്റ് എന്നുള്ള ഒരു നിലപാടിലേക്ക് അന്വേഷണ സംഘം പോവുകയുമാണ്. കാക്കനാട് സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ നിന്ന് റിയ ബേബി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയ, സിദ്ദിഖ് എവിടെയാണ് എന്ന് സംബന്ധിച്ച് പോലീസിന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? മധു, എറണാകുളം ജില്ലയിൽ തന്നെ സിദ്ദിഖിന് രണ്ട് വീടുണ്ട്. ഒന്ന് കാക്കനാട് പടമുകളുള്ള ഈ വീടാണ്, മറ്റൊന്ന് ആലുവ കുട്ടമശ്ശേരിയിലെ വീടാണ്. കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ തന്നെ സിദ്ദിഖിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സിദ്ദിഖിനെ ഇന്നലെയും അതിന് മുമ്പത്തെ ദിവസവും ഒക്കെ പടമുകളുള്ള ഈ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിലില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആലുവ കുട്ടമശ്ശേരിയിലെ മറ്റൊരു വീട്ടിൽ സിദ്ദിഖ് ഉണ്ടോ എന്നതും സംശയകരമാണ്. എന്തായാലും ഈ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്ന വാർത്ത വന്നതിന് പിന്നാലെ സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പടമുകളിലെ വീട്ടിൽ സിദ്ദിഖ് ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആലുവയിൽ മറ്റൊരു വീട് കൂടി സിദ്ദിഖിനുണ്ട്. എന്തായാലും ഒരു പക്ഷേ സിദ്ദിഖിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നത് അറിയാൻ. ഒപ്പം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം കൂടി സിദ്ദിഖിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ സിദ്ദിഖ് ആദ്യഘട്ടം മുതൽ താൻ അന്വേഷണത്തെ നേരിടുമെന്നതായിരുന്നു ഈ അമ്മ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറി നിന്നപ്പോൾ പ്രതികരിച്ചത്. അതിനുശേഷം പലപ്പോഴും ഫോണിൽ സിദ്ദിഖിനെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വിധി വന്നതിന് ശേഷം സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഈ കാക്കനാടുള്ള വീട്ടിൽ അദ്ദേഹം ഇല്ല എന്ന സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പുറത്ത് മറ്റാരും ഇറങ്ങി വരികയും ചെയ്തിട്ടില്ല. എന്തായാലും ഈ സംഭവത്തിൽ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ അടക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. സമാനമായ ആരോപണങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുണ്ടായ ആരോപണങ്ങളിൽ പലർക്കും മുൻകൂർ ജാമ്യം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അത് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടായിരിക്കണം സിദ്ദിഖിന്. അപ്രതീക്ഷിതമായൊരു വിധി വരുന്ന സമയത്ത് ഇനി അറസ്റ്റിലേക്ക് എന്ന ഒരു കാര്യം മുൻകൂട്ടി കാണുന്നുണ്ടാകുമോ? അതെ, കാരണം സമാനമായി തന്നെ മുകേഷ് അടക്കമുള്ള ജയസൂര്യ അടക്കമുള്ള നടന്മാർക്കെതിരെ പരാതികൾ വന്നപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇടവേള ബാബു അടക്കമുള്ളവർ കോടതികളെ സമീപിച്ചതാണ്. അന്ന് അവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു. പക്ഷേ സിദ്ദിഖിന്റെ കേസിൽ അങ്ങനെയല്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് അല്പസമയം മുമ്പ് വന്നത്. ബലാത്സംഗ കേസാണ്. യുവതിയുടെ പരാതിയിൽ അത് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. പോലീസ് അടക്കമെത്തി തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയതാണ്. മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അത്തരത്തിലുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചതാണ്. ഒരു പക്ഷേ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. സിദ്ദിഖ് അതിനു മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ താൻ അന്വേഷണത്തെ നേരിടും എന്നതായിരുന്നു സിദ്ദിഖ് ആദ്യഘട്ടം മുതൽ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ പരാതിക്കാരുടെ പരാതികൾ സംബന്ധിച്ചും ചില കാര്യങ്ങളൊക്കെ സിദ്ദിഖ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കോടതിയെ അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഒരു പക്ഷേ സിദ്ദിഖിന് കേസിൽ ഉണ്ടായിരുന്നിരിക്കാം. കഴിഞ്ഞ ദിവസം അടക്കം ഈ കാക്കനാട് പടമുകളുള്ള വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നതാണ് അറിയാൻ കഴിയുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ എറണാകുളം ജില്ലയിലുണ്ടോ ആലുവയിലോ ഈ കാക്കനാട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പടമുകളിലെ വീട്ടിലോ ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നത് മാത്രമാണ് വ്യക്തമായി പറയാൻ കഴിയുന്ന കാര്യം. എന്തായാലും അദ്ദേഹം മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് അടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു. സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു. എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറാകുന്നുണ്ടോ? ഒപ്പം തന്നെ മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള തുടർ നടപടിക്രമങ്ങൾ സ്വാഭാവികമായും വരും. സ്പെഷ്യൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും അത്തരം നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണണം. പരാതിക്കാരി ഈ കേസിൽ ആദ്യഘട്ടം മുതൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് ഈ ഹോട്ടലിലേക്ക് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് വിളിച്ചു വരുത്തുകയും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു എന്ന കാര്യം അവർ ആദ്യഘട്ടം മുതൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. മുമ്പ് സമൂഹ മാധ്യമത്തിൽ അവർ സിദ്ദിഖിനെതിരെ പോസ്റ്റ് ഇടുകയും പിന്നീട് അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകുകയും മാധ്യമങ്ങൾക്ക് മുമ്പാകെ സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്ന കാര്യമായിരുന്നു അവർ എടുത്തു പറഞ്ഞുകൊണ്ടേയിരുന്നത്. പരാതി വന്നതിന് പിന്നാലെ ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് സിദ്ദിഖ് എവിടെയാണ് എന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുന്നൊരു സാഹചര്യം. ഏറെക്കുറെ അദ്ദേഹം ഒളിവിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ആ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുൻപും സിദ്ദിഖ് സമാനമായ നിലപാടെടുക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്?
അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. കാരണം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യൽ, അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. മുമ്പും സമാനമായി തന്നെ സിദ്ദിഖ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങൾ അദ്ദേഹം പുറത്തെത്തിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയും സമാനമായി തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അദ്ദേഹം പ്രതികരണത്തിനൊന്നും തയ്യാറാക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ പടമുകളും ആലുവ കുട്ടമശ്ശേരിയിലുമുള്ള വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ, അത് ഇവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹത്തെ ഫോണിൽ കിട്ടുന്നില്ല. അദ്ദേഹത്തോട് അടുത്തുള്ള ആളുകൾ പറഞ്ഞത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ കാക്കനാട് പടമുകളുള്ള വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം മറ്റിടങ്ങളിൽ വരികയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇനി അടുത്ത നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കുമെന്നൊരു കാര്യത്തിൽ സിദ്ദിഖിന് അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകാനുള്ള നീക്കം നടത്തുന്നുണ്ടെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള നീക്കം ഉണ്ടാകുമെന്നത് പ്രത്യേക ആശങ്കയുണ്ടാക്കുന്ന, സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഈ കേസിൽ ഹോട്ടലിലടക്കം പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഹോട്ടലിൽ താമസിച്ചതിൻ്റെ അടക്കമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പരാതിക്കാരുടെ മൊഴിയുണ്ട്. മറ്റു രേഖകളടക്കം കണ്ടെത്തുകയും അത് കോടതിയിൽ പോലീസ് നൽകുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതായിരിക്കാം കോടതി ഇക്കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടൊരു നിലപാടെടുക്കാൻ കാരണമായത്. ഇത് ബലാത്സംഗ കേസാണെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ പരാതിക്കാരി അത് കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകുകയും കാക്കനാട് വീടിന് മുന്നിലാണ് റിയ ബേബി ഉള്ളത്. സിദ്ദിഖ് എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കൃത്യമായി സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത്. സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ചു മുൻപാണ് ലൈംഗിക പീഡന കേസിൽ സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്.